ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിത് ഇന്ന് ഒരു ഉപ്പാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും സവാളയൊക്കെ അരിഞ്ഞെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ട് ഉപ്പാവാണ്. അതൊരു സ്പെഷ്യൽ ഉപ്പാവാണ് കേട്ടോ. നമ്മൾ പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ സ്കൂളിലും അംഗൻവാടിയിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഉപ്പാവാണ്. അതെ, കമ്പ് പൊടിയുടെ ഉപ്പാവ്. അത് നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചാണ്. ഞാനിത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, കഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അടുത്തൊന്നും ഇത് വാങ്ങിച്ചിട്ടില്ല. ചെറുപ്പത്തിൽ കഴിച്ച ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക്. ഞാനിത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്കിത് അറിയാവുന്ന രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഉരുളി ചൂടായി കിടക്കണതാണ് കേട്ടോ. അതിനകത്തേക്ക് ഇതിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ചൂടാക്കി കൊടുക്കാം. അത് കവറ് പൊട്ടിച്ച് ചൂടുള്ള ഉരുളിയിലേക്ക് ഇട്ടപ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പോപ്കോണൊക്കെൻ്റെയൊക്കെ ഒരു സ്മെല്ല് പോലെ. ഇത് പണ്ട് കഴിച്ചതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഇപ്പോഴും നാവിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കിയ ആ ടേസ്റ്റൊന്നും കിട്ടുമോയെന്ന് അറിയില്ല. അന്നൊക്കെ നമുക്ക് ഫുഡുകളൊന്നും ഇങ്ങനെ വെറൈറ്റി ഫുഡൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു എപ്പോഴും ഓർമ്മയുള്ളൊരു സംഭവമായിട്ടിരിക്കും. ഇപ്പോൾ ഈ അങ്ങനത്തെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ വറുത്ത് മാറ്റി കഴിഞ്ഞ് ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചത് കടുക് പൊട്ടിക്കാൻ കേട്ടോ. കുറച്ച് ഉഴുന്നിട്ട് പൊട്ടിച്ച് അതൊന്ന് ഇതായി വരുമ്പോൾ നമുക്കിനി ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയൊക്കെ അതിനകത്തേക്ക് ഇടാം. അതാണ് അരിഞ്ഞ് വെച്ചേക്കണ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയൊക്കെ അതിനകത്തേക്ക് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അത് നമ്മൾ സാധാ ഉപ്പാവ് ഉണ്ടാക്കണതും ഇതുപോലെ തന്നെയാണല്ലോ, ആ രീതിയിൽ തന്നെ. അപ്പോൾ ഇത് കമ്പും പൊടി ആയ കാരണം അതിൻ്റെ ഒരു സ്പെഷ്യൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങ കടിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ റവയിൽ ഉപ്പാവ് ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ച് തേങ്ങ ഇടാറുണ്ട് കേട്ടോ. എപ്പോഴൊന്നും ഇടൂല. ഇനി നല്ല ചൂടുള്ള വെള്ളമായിരുന്നു കേട്ടോ. ഞാൻ അപ്പുറത്ത് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായി. അത് ഇതിനകത്തേക്ക് ഒഴിച്ച് തിളച്ച് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് പൊടി ഇതിനകത്തേക്ക് ഇടാം. അതിൻ്റെ ഇടയിൽ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. നമുക്ക് ഉപ്പിടാം. നന്നായിട്ട് തിളച്ച് വരാം. ഇതേ ഒരു അര സ്പൂൺ ഉപ്പ് ഇടാം. നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പിടാം കേട്ടോ. ഉപ്പ് ഉണ്ടോയെന്ന് നോക്കാം. ഇച്ചിരി ഉപ്പ് കുറവാണ് കേട്ടോ. നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇടാം. ഇനി ഇതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി. കട്ട ഉണ്ടാവും. ഇത് അങ്ങനത്തെ ഒരു ഇതാണല്ലോ. നമുക്ക് ഇളക്കി കഴിഞ്ഞിട്ട് നന്നായിട്ട് കട്ട പോലെ ഇരിക്കണം. നമുക്കിനി ചെറിയ തീയിലിട്ട് അടിച്ച് മൂടി വെച്ച് കട്ടയൊക്കെ നല്ലപോലെ ഉടച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ ഇളക്കി കട്ടയൊക്കെ ഒടിച്ചു കൊടുത്ത് മൂടി വെച്ചൊന്ന് ചെറിയ തീയിലിട്ട് 2-3 പ്രാവശ്യം മൂടി തുറന്ന് ഇളക്കി വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ വേവിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉപ്പാവ്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.